ചേട്ടൻ്റെ മകളുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നത്. നമ്മുടെ ഇപ്പോൾ ഒളിച്ചോടിപ്പോയെന്ന വികാരിച്ചൻ ഒളിച്ചോടിപ്പോയെന്ന അവസരത്തിൽ അവർ പറഞ്ഞുണ്ടാക്കുന്നത് ആ അച്ഛനുള്ള അവസരത്തിലാണ് പുള്ളിക്ക് ജോയിച്ചേട്ടന് ഇതുപോലെ മകളുടെ ജൂബിലി ഏകീകൃത കുർബാന അർപ്പിച്ച് നടത്തണമെന്നുള്ള രീതിയിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് നടക്കില്ല ചേട്ടാ, കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ സിനർ കുർബാനയുണ്ട്, അതിൻ്റെ മധ്യത്തിൽ നടക്കാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അതുകൊണ്ട് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ലെന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇടവക്കാർക്കെല്ലാം അത്യാവശ്യം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് ജോയിച്ചേട്ടൻ നമ്മുടെ കൂരിയുമായി ബന്ധപ്പെട്ട് ജോഷി പുതുവയുടെ ഒരു ഉത്തരവ് കൊണ്ടുവന്നത്. അങ്ങനെ ഫാദർ ജോഷി പുതുവ ഒപ്പിട്ട ഒരു ഉത്തരവായിട്ടാണ് വന്നത്. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഇന്ന ദിവസം ഈ സിനർ കുർബാന അർപ്പിച്ച് ജൂബിലി നടത്തണമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അച്ഛനായിട്ട് ആലോചിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ ഇടവകയിൽ അങ്ങനെ ഒരു കുർബാന അർപ്പിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് സാധാരണ ചോദിക്കാറെന്ന് പറഞ്ഞു. കാരണം ഈ സോണിയച്ചൻ എന്ന ആൾ ഇതിക്ക് പിന്നെ കൂരയിൽ അംഗമായിരുന്നു. അപ്പോൾ പുള്ളിക്കറിയാം അതിൻ്റെ കുറേ കാര്യങ്ങൾ. കാരണം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് കാരണം ആ ഇടവകയിൽ വിഷയം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അച്ഛൻ അറിയാവുന്നതുകൊണ്ടാണ് അച്ഛൻ. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട് ഇതുവരെ ഒരു വാക്ക് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പിന്നെ എന്താണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അതിനെതിരായിട്ട് ഒരിത് കൊടുത്തു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇടവകയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊന്നും മാറ്റിത്തരാൻ നന്നായിരിക്കും എന്ന് പറഞ്ഞ് കൊടുത്തെങ്കിലും അത് നടക്കാത്ത രീതിയിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അച്ഛനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം നമ്മുടെ 5-ാം തീയതി നമ്മുടെ വൈദികരുടെ സമിതി ചേർന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. കാരണം അതിനകത്തൊരു തീരുമാനം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ 6-ാം തീയതി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാവില്ല, അച്ഛൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ അത് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞാനൊരു കാരണവശാലും ഒപ്പിട്ട് തരില്ല, എങ്ങനെയാണ് തീരുമാനം, ഞാൻ പലപ്പോഴും ആ രീതിയിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിക്ക് മുന്നുള്ള ഞായറാഴ്ച ഇതുപോലെ കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ജോയിച്ചേട്ടനും ഭാര്യയും വന്ന് അച്ഛൻ്റെ റൂമിൽ കയറിയിരിക്കുകയും ഞങ്ങൾക്കിത് ഒപ്പിട്ട് തരാണ്ട് പോകില്ലെന്ന് പറഞ്ഞ് അവസാനം പോലീസിനെ വിളിക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോലീസ് വിളിച്ച് വന്നതാണ് അവരിറക്കി വിട്ടത്. 6-ാം തീയതി മറുപടി കിട്ടിയില്ലെങ്കിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവർ മറുപടി വന്നില്ലെങ്കിൽ ഞാൻ മറുപടി തരാം, ഒന്നല്ലെങ്കിൽ ഇയാൾ കേസിന് പോക്കോ അല്ലെങ്കിൽ കോടതി പോക്കോ എന്ന് പറഞ്ഞു വിട്ടു. അപ്പം പറഞ്ഞിട്ട അവസരത്തിൽ അത് പോയി. പിന്നെ ഞങ്ങളത് ഇടവക പാരിഷ് കൗൺസിൽ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുത്ത് ഒരു കാരണവശാലും അയക്കേണ്ടയിടത്ത് ഇതിലാണ് ഒരു കാരണവശാലും നടത്തി കൊടുക്കേണ്ട കാര്യമില്ലാന്ന്. കാരണം ഒരാൾക്ക് നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ ആൾ വരും. കാരണം ഇതിക്ക് പിന്നെ ഒരാൾ വന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യാതിരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സമ്മതിക്കാത്തത്. കാരണം ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം കൂടി ആയതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അങ്ങനെ പോയി. ഞങ്ങൾക്ക് പിന്നെ അത് തീർന്നു പോയോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടായില്ല. പിന്നെ ഒരു അവസരത്തിലാണ് ഞങ്ങളറിയുന്നത് ഞങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തെന്നുള്ള കാര്യം. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 2 കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, ഇടവകയിലെ 3 പ്രതിനിധികളാണ് അതിനകത്ത് പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസ് വന്നു. ഇന്ന ദിവസം 28-ാം തീയതി 26-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസ് വന്നു. നമുക്ക് പിന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിക്ക് പിന്നെ ഭയങ്കര പ്രശ്നമുണ്ടെങ്കിലും പല കേസുകളും ഇതിക്ക് നടന്നു പോയിട്ടുണ്ട്. കാരണം ഒരുപാട് വിഷമസന്ധിയോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വക്കീലിനെ വെച്ച് വാദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾക്ക് വക്കീലിനെ ബോധ്യപ്പെടുത്തി ഇന്നതാണ് കാര്യങ്ങൾ, എല്ലാ പേപ്പറുകളും തന്നത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ 26-ാം തീയതി കേസിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. അന്നെന്ത് അസൗകര്യം ഉണ്ടെന്ന് കോടതിയിൽ. 27-ാം തീയതി രാവിലെ തന്നെ ഏകദേശം കേസ് വിളിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഉച്ചയോടുകൂടി ഞങ്ങൾ അറിഞ്ഞത് കുർബാന നടത്തി കൊടുക്കാൻ വേണ്ടിയാണ് വിധി വന്നത് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കാര്യത്തിൽ വിഷമമുണ്ടായിരുന്നു. കാരണം കോടതി വിധി ഞങ്ങൾ മാനിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കോടതി വിധി, ഹൈക്കോടതി വിധി, ഏത് കോടതി വിധിയായാലും അതാണെന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കും. കാരണം നമ്മൾ കോടതി വിധിക്ക് എതിർന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാര്യമില്ല. ഞങ്ങൾ കൊച്ചിടവകയാണ്. വലിയ ഇടവകയാണെങ്കിൽ പല രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നേനെ. കൊച്ചിടവക്കാർ നമുക്ക് പിന്നെ ഈ പരസ്പരം കാണുന്ന ആൾക്കാരിന് ഒച്ചയും പോലുണ്ടാക്കി നടത്തിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ടോടത്തോടു കൂടി അറിയണതാണ് ഈ കോടതി വിധിയിലെ ഒരു സംഭവം പ്രത്യേകിച്ച് എഴുതി ചേർത്തിട്ടുണ്ട്. നമ്മുടെ പാമ്പളാനി പിതാവിൻ്റെ ഒപ്പോട് കൂടി അല്ലാതെ ഇത് അറിയിപ്പ് കിട്ടാതെ ഇത് നടത്തേണ്ടെന്നുള്ളതെന്നൊരു കാരണം അവർ ചിലപ്പോൾ കോടതിയിൽ വായിച്ചപ്പോൾ ഒരു പക്ഷേ ജഡ്ജിക്കാണ് തോന്നി കാണും ഇങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ദൈവത്തിൻ്റെ കയ്യൊപ്പാന്ന് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിന്തകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് പിതാവായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തടയാൻ വേണ്ടി നിന്നതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തടയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിതാവിൻ്റെ ഒപ്പ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തടയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ആരും തടയാനില്ല, എല്ലാവരും മാറി നിൽക്കാറുന്നു.
പോലീസുകാരന് ആ കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നു. കാരണം പോലീസുകാർക്ക് പ്രത്യേക അറിയിപ്പ് മേളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് കടലാസ് കിട്ടിയാൽ നിങ്ങൾ അനുവദിച്ച് കൊടുത്തോ. കാരണം പിന്നെ ആരും തടയുന്നില്ല. കാരണം നമുക്ക് ഹൈക്കോടതിനെ തടഞ്ഞിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാനോ കോടതി കയറാൻ ഞങ്ങൾക്കൊരു താല്പര്യമില്ല. ആ രീതിയിലും കാര്യങ്ങൾ പോയത്. അപ്പോൾ അവർക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാത്തോളം കാലം പോലീസുകാർ തന്നെ അത് കൈകാര്യം ചെയ്തു. അവസാനം എല്ലാവരും പിരിഞ്ഞു പോയി, സമാധാനം തിരിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളുടെ ഡെന്നച്ചന് പ്രാമ്പയാനി പിതാവിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്ന അവസരത്തിൽ. അല്ലാണ്ട് ഈ ഇടവകയുടെ ഒരു മനുഷ്യമായിട്ട് മോശമായി ചിത്രീകരിക്കാനോ ഒന്നിനും ഞങ്ങൾ തുനിയുന്നില്ല. കാരണം ഞങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളായി. കാരണം ഒന്ന് കഴിയുമ്പോൾ വേറൊന്നാണ് ഈ ഇടവകയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും പലരും മോശക്കാരായിട്ട് ഞങ്ങൾ ചിത്രീകരിച്ചു. പക്ഷേ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾക്ക് പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വേറൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോൾ ഓരോന്നോരോന്നും ചെയ്ത് ഞങ്ങൾക്കിപ്പോൾ ഒരു മാനസിക ബലം കിട്ടി. ഇപ്പോൾ പലരും ചോദിക്കും, നിങ്ങളെന്തിനാ ഈ ഇതിന് വേണ്ടി നിൽക്കുന്നത്, ഇടവയ്ക്ക് വേണ്ടി നിൽക്കുന്നത്, കൈക്കാരമായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ ഏത് നല്ല രീതിയിൽ കാര്യം ചെയ്താലും നമ്മളെ കൊത്തി ചോദിക്കാനും ഇടവകാരം ഭിന്നിപ്പിക്കാനും ഒരുപാട് പേര് വീണ്ടും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾ ജനിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ കാര്യം. ഇത്ര കാര്യങ്ങൾ സംഭവിച്ചുള്ളൂ. അല്ലാണ്ട് ഇനി വികാരച്ചൻ ഓടിപ്പോയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളോട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു പുതിയ അച്ഛനെ ഡെന്നച്ചനെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അല്ലാണ്ട് ഓടിപ്പോയതൊന്നുമല്ല. കാരണം ഇങ്ങനൊരു ഈ ഹൈക്കോടതി കേസിൽ പോകുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അച്ഛനെ വരില്ലായിരുന്നു. കാരണം അച്ഛനുണ്ടാകുന്ന ഞങ്ങൾക്ക് ഇതിന് സ്വാഭാവികമായിട്ട് പിടിച്ച് കാരണം വികാരച്ചനാകുമ്പോൾ ഞങ്ങൾക്കൊരിതുണ്ട്. പക്ഷേ അതിന് നന്നായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഡെന്നച്ചൻ തന്നെയാണ്. സുബോധനയുടെ ഡയറക്ടറാണ് ഡെന്നച്ചൻ. ഞങ്ങൾക്ക് ഇത്രയേ പറയാമെന്നുള്ളൂ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. കാരണം ഞാൻ ആരായിട്ടും മോശമായി വികാരച്ചൻ ഈ ഏതാനും ദിവസത്തിനുള്ളിൽ ഇവിടെ വരും. അദ്ദേഹം പഠനത്തിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒളിച്ചോടി പോക്കോ